ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തൊക്കെ ഫുഡാണ് ഞാൻ ഒരു ദിവസം കഴിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മോർണിംഗ് ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേൽക്കുന്ന ടൈമാണ് 4:30. നല്ല കുട്ടിയായിട്ടൊന്നല്ല കേട്ടോ 4:30ക്ക് എഴുന്നേൽക്കുന്നത്. എനിക്ക് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാനുണ്ട്. അപ്പം 5 to സ്റ്റാർട്ട് ചെയ്യും. 8:30ക്കാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത് എന്നുള്ളത് നോക്കാം. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ എഴുന്നേറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനി പോയിട്ട് ആദ്യം ഞാനൊരു 250 ml വാട്ടർ, എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 250 ml വാട്ടർ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല കട്ടൻ കാപ്പി കുടിക്കണം. കാരണം എനിക്ക് വർക്കൗട്ട് കൊടുക്കുമ്പോൾ എനിക്കതിനുള്ള എനർജി കിട്ടണമെങ്കിൽ ഞാൻ കുടിക്കുന്നൊരു സാധനമാണ് നെസ്കഫേയുടെ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു നല്ല ബ്ലാക്ക് കോഫി. അപ്പോൾ ആദ്യം ഞാൻ വാട്ടർ കുടിക്കും, പിന്നെ കോഫി കുടിക്കും. അപ്പം നമുക്ക് വാട്ടറും കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 250 ml വാം വാട്ടർ കുടിച്ചിട്ടാണ്. ഞാൻ തണുത്ത വാട്ടർ യൂസ് ചെയ്യാറില്ല. അതേപോലെ തന്നെ എൻ്റെ വർക്കൗട്ട് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു 5 minutes മുൻപ് ഞാൻ നല്ല നെസ്കഫേയുടെ കടുപ്പത്തിലുള്ള ബ്ലാക്ക് കോഫി കുടിക്കും. സംടൈംസ് ഞാനതിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാനതിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പുളിയുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ വർക്കൗട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 1.5 ലിറ്റർ വാട്ടർ ഞാൻ കുടിക്കും. മാക്സിമം ഞാനത് ജീരകവെള്ളമാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ 1.5 ലിറ്റർ ഫിനിഷ് ചെയ്യും. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വന്നു. ഞാനൊന്ന് പോയി ഫ്രഷായി ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ തുടങ്ങും. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കുന്നത് 3 ബോയിൽഡ് എഗ്ഗ്, ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ഗുഡ് ലൈഫിൻ്റെ ടോണ്ട് മിൽക്ക്. ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ മാക്സിമം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ മിനിമം 2 എഗ്ഗെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഞാൻ 3 എഗ്ഗാണെങ്കിൽ ആ 3 എഗ്ഗ് ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ എടുക്കാറ്. ചിലർ കാണാം അതിൻ്റെ യോക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് എഗ്ഗ് കഴിക്കാറുള്ളത്. നിങ്ങളൊരു കൊളസ്ട്രോളൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തോളൂ. പക്ഷേ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചോറൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ 3 എഗ്ഗ് ഫുള്ളായിട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, മോർണിംഗ് തന്നെ എനിക്ക് 3 ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ എനർജി ലെവലൊക്കെ കുറയും. അപ്പോൾ എനിക്ക് മാക്സിമം പ്രോട്ടീൻസ് വേണം എനിക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒരു നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. അങ്ങനെ 8:30 ആകുമ്പോഴത്തേക്ക് മാക്സിമം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഞാൻ അങ്ങനെ വാട്ടർ എടുക്കാറില്ല. ഇപ്പോൾ ഈ പാലാണെങ്കിലും ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് പുറത്ത് വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഡെയിലി ഇതുതന്നെയാണ് എൻ്റെ പതിവ്. പിന്നെ ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് യൂസ് ചെയ്യാൻ കാരണം അതിൽ വൈറ്റമിൻ എയും ഡിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. നിങ്ങൾ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഗുഡ് ലൈഫിൻ്റെ ഈ ടോണ്ട് മിൽക്ക് യൂസ് ചെയ്യാം. 11:30 ആകുമ്പോഴത്തേക്കും എൻ്റെ സ്നാക്സ് ടൈമാണ്. അതിലേക്ക് ഞാൻ തലേദിവസം രാത്രി തന്നെ ഓവർനൈറ്റ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചിയാ സീഡ്, അതേപോലെ ഒരു സ്പൂൺ ഓട്സും സ്ലിം ടോണ്ട് മിൽക്കിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും കേട്ടോ. ഡേറ്റ്സ്, മുന്തിരി, മത്തൻകുരു, ബദാം, പിന്നെ ഒരു റോബസ്റ്റ. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ലൊരു 11:30 ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്നാക്സ് ആയിട്ട് ഞാനത് എടുക്കാറുണ്ട്. ചെറിയ ബൗളാണ് കേട്ടോ. പക്ഷെ മാക്സിമം ഞാനത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉച്ചത്തെ ലഞ്ചിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു സമയത്ത് ഞാൻ വേറെ ഫുഡൊന്നും എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വിശപ്പുണ്ടാവും. അപ്പോൾ എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 11:30 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പുഡിങ്ങോ അല്ലെങ്കിൽ യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്. അതിൽ മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതോട് കൂടിയിട്ട് എൻ്റെ ആ ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും, എൻ്റെ വയറും ഫുള്ളായിട്ടുണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉച്ചത്തെ എൻ്റെ ലഞ്ചാണിത്. 3 സ്ലൈസ് ബ്രൗൺ ബ്രെഡ്, ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതിൽ ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നിൽ പീനട്ട് ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിളും സിട്രസ് ആണ് ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എനിക്കിന്ന് ടൗണിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, അത് കാരണമാണ് കേട്ടോ. വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ 4:30 ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും എൻ്റെ സ്നാക്സ് ടൈമിലേക്ക് വന്നു. ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും അതേപോലെ തന്നെ ഒരു റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞാനിതാ നൈറ്റ് ഇന്ന് കഴിക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. ഗ്രീക്ക് യോഗട്ടിൽ ഞാൻ മാക്സിമം ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, കുക്കുംബർ, ക്യാരറ്റ്, ആപ്പിൾ. എൻ്റെ വയറ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇങ്ങനെയാണ്. പിന്നെ കാണാം.